ഹലോ, നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പിലാവ് ചന്തയത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകി, കാരണം കന്നോളൊക്കെ ഒരു ദിവസം കഴിഞ്ഞു തുടങ്ങി. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല നല്ല സഹിവാളിൻ്റെയൊക്കെ മൂരിക്കുട്ടികളും പൈക്കളും അതുപോലെ നല്ല നല്ല പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ജാഫ്രബാദിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദേ ഇവിടെ ഒരു 2 മൂരിക്കുട്ടികളുടെ കച്ചവടം നടക്കുന്നുണ്ട്. കുറച്ച് വെള്ളപ്പോത്തുകളൊക്കെ വന്നിട്ടുണ്ട്, നാടൻ പോത്തുകൾ. ഒരു 12 രൂപ 15 രൂപയൊക്കെ മെയിൻ വില പറയുന്ന ചെറിയ കുട്ടികളാണ് കേട്ടോ. ഈ ഭാഗത്തൊരു നല്ലൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ഇതിവിടെ നല്ലൊരു തള്ളെരുമയും കുട്ടി നിൽക്കുന്നുണ്ട്. 52,000 രൂപയായിട്ട് അതിന് പറഞ്ഞത്, തള്ളയ്ക്കും കുട്ടി കൂടിയിട്ട്. പാലൊന്നുമില്ലാത്ത നാടൻ എരുമയാണ്. ഇതൊരു 10-40 രൂപയ്ക്ക് കിട്ടണമായിരിക്കും, കാരണം വലിയ ഇറച്ചിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ലൊരു നാടൻ എരുമ. അതുപോലെ ഇഷ്ടംമാതിരി കന്നുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു പോത്തുമുട്ടി. പശുക്കളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. 38 രൂപ മെയിനാണ് ആ പോത്തുമുട്ടിക്ക് വെച്ചത്. ഒരു ഹല്ലിക്കറിൻ്റെ ക്രോസാണെന്ന് തോന്നുന്നു, ഒരു കാളക്കുട്ടി. ഇന്ന് കന്നോൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്, കാരണം നമ്മൾ എത്തുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ കന്നോൾ ഇന്ന് കണ്ടമാനം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴും ഉണ്ട്, കന്നോൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ ധാരാളം ഉണ്ടായിരുന്നു, നിൽക്കാൻ വരെ സ്ഥലമില്ലായിരുന്നു ചന്തയിൽ. പക്ഷേ അത് ഞാൻ ചെല്ലുമ്പോഴേക്കും ഒരു ഇതൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഇത് നല്ലൊരു കറവ പശു. 4 മാസം ചെനയുണ്ടെന്നാണ് പറഞ്ഞത്. ചെനയൊന്നും നോക്കണ്ട, ഒരു മതിപ്പ് വില എന്ന് വെച്ച് വില പേശി മേടിക്കുകയാണ് ആൾക്കാർ ചെയ്യണേ ചന്തയിൽ. പാലും ചെനയും കാര്യങ്ങളൊന്നും അവർ പറയുന്നതൊന്നും നമുക്ക് കേട്ടെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ പറയും അവർ. പ്രായവും അതൊക്കെ നമുക്കൊരു പശുവിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എത്ര പ്രായമുണ്ട്, എത്ര ലിറ്റർ പാല് കിട്ടുന്നൊക്കെ നമുക്കൊരു മതിപ്പ് തോന്നിയിട്ട് അതിനാണ് നമ്മൾ വില പറയുക. ഇത് നല്ലൊരു പശു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുത്തിവയ്ക്കാറ പൈൻകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലൊരു കുത്തിവയ്ക്കാൻ പ്രായമായ പൈൻകുട്ടിയാണ്. മൂരിക്കുട്ടികൾ, മുട്ടപ്പശുക്കളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോത്തുമുട്ടി. അതിന് ആൾക്കാർ വന്ന് ചോദിക്കണൊക്കെ ഉണ്ട്. 22-നൊക്കെയാണ് ചോദിക്കണത്. അത് ലാസ്റ്റ് ഒരു 37 ഒക്കെ കിട്ടുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. നല്ലൊരു പോത്തുമുട്ടിയാണ്, നാടൻ കുട്ടിയാണ്. പക്ഷെ നല്ല രീതിക്ക് വലുതാവും. അതൊക്കെ നല്ല വളർച്ച കിട്ടുന്നൊരു പോത്തുമുട്ടിയാണ്. അപ്പം മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ട് ഇനിയും പോത്തുകുട്ടികളെ മേടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോരെ. ചന്തയിൽ തന്നെ മേടിക്കണമെന്നൊന്നും പറയില്ല, പക്ഷേ ചന്തയിൽ ഇത്തിരി കൂടിയും നമുക്ക് വില പേശിയൊക്കെ മേടിക്കാൻ പറ്റുന്നത് കൊണ്ട് ചന്തയ്ക്ക് പോരെന്ന് ഞാൻ പറയണു. ഫാമുകളിൽ നിന്ന് നല്ല കുട്ടികൾ അതേ വിലയ്ക്ക് വിലക്കുറവിന് കിട്ടുകയാണെങ്കിൽ, നല്ല കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ചന്തയിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ നിർബന്ധമൊന്നും പറയാനില്ല. നല്ല കുട്ടികളുണ്ട്, വളരാത്ത മോശം കുട്ടികളൊക്കെ ഉണ്ട്. അത് നോക്കി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ വില പേശി നമ്മുടെ ഒരു വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ, ഒതുങ്ങി കിട്ടുകയാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ആ ചന്തയിൽ നിന്നായാലും ഫാമിലൊക്കെ ഇപ്പോൾ എൻ്റെ കണക്കുകൾ ശരിയാണെങ്കിൽ 190-ഉം 200-നും ആയിട്ടുണ്ട് കിലോയ്ക്ക്. അത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ചന്തയത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് ചന്തയിൽ ഇത്തിരി വില കുറവായിട്ട് തോന്നണം. കാരണം അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് 10-35 രൂപയൊക്കെ വരുമ്പോൾ അത് ചന്തയിൽ 35 രൂപ പറഞ്ഞാലും നമുക്കതൊരു 28-നും 27-നൊക്കെ കിട്ടും. അങ്ങനെ വ്യത്യാസമുണ്ട്. ഫാമിൽ നമുക്ക് വില പേശി മേടിക്കാനൊന്നും പറ്റില്ല. ദയാ എരുമയും കുട്ടിയും നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണ് കേട്ടത്. എരുമ കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി പ്രായമൊക്കെ ഉണ്ട്. നല്ലൊരു കുട്ടി, വളർത്താൻ പറ്റിയ എരുമയും നാടനാണ്. അധികം പാലൊന്നും കിട്ടില്ല, 1-2 ലിറ്ററൊക്കെ കഷ്ടി കിട്ടുന്ന ഒരു ടൈപ്പ് എരുമയാണ്. അതേ പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ, നല്ല നല്ല കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. വിലയുണ്ട് കേട്ടോ ചന്തയിൽ. വലിയ ഫ്രെയിമിനൊക്കെ നല്ല വിലയുണ്ട്. 50-60 വില പറയണ ഫ്രെയിമുകളാണ് നീ നിൽക്കുന്നത്, വലിയ ഫ്രെയിമുകൾ. ഇതാണെങ്കിൽ ഒരു 30 രൂപ, 28, 30, 32 വില പറയുന്ന കുട്ടികളാണ്. ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത്തിരി വലിയ കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള കുട്ടി. ആ കുട്ടിയെ കണ്ട നല്ല ഹെഡും, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്ടത്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. ഫാമിൽ വരുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇപ്പോൾ ചന്തയിലും വരുന്നുണ്ട്. ആ
അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയൊന്നും കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി ടോപ്പ് കുട്ടിയാണത്. അതിൻ്റെ ഹെഡും കൊമ്പും ഉടൽ നീളവും ചെവി വളരെ വലുപ്പമൊക്കെ കണ്ടറിയാം. നല്ല രീതിക്ക് അത് വലുതാവും. അതൊരു 2 കൊല്ലമൊക്കെ നിർത്തുകയാണെങ്കിൽ. ഈ ഭാഗത്ത് കുറച്ച് വലിയ ഫ്രെയിമുകളുണ്ട് കേട്ടോ. 40 രൂപ 35 രൂപയൊക്കെ വില പറയണ വലിയ ഫ്രെയിമുകൾ. 45 രൂപ മേനി വില പറഞ്ഞൊരു പോത്തുകുട്ടിയാണ്. വീഡിയോയിൽ എങ്ങനെ കാണുന്നത്, പക്ഷേ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഫ്രെയിമാണ്, ചടവാണ്. കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞാൽ കയറി പോരും. 45ഒക്കെ അവർ പറയണ വിലയാണ്ടാ. ഇതേ ഭാഗത്ത് അതിനേക്കാളും കുറച്ചുകൂടി വലിയ ഫ്രെയിമുകൾ. നല്ല ഇതൊക്കെ മീറ്റിനും വളർത്താനും പറ്റിയ ഫ്രെയിമുകളുണ്ടത്. കാരണം അത്യാവശ്യം ഇറച്ചിയൊക്കെ കയറിയിട്ടുണ്ട്. എന്നാൽ വേണമെങ്കിൽ വളർത്തിയാൽ ചിലതൊക്കെ നല്ല രീതിക്ക് മാറ്റങ്ങൾ വരും. കൈത്തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു രീതിക്കുള്ള കൈത്തീറ്റയൊക്കെ കൊടുക്കണം, എന്നാലും കുട്ടികളൊക്കെ ഒന്ന് കയറി പോരുള്ളൂ. അത് നമ്മുടെ പോത്തിന് നമ്മൾ കൈത്തീറ്റ എന്ന് പറയാൻ ചക്കര സീസണായ ചക്കൂര് പുഴുങ്ങി കൊടുക്കും. അതുപോലെ കായത്തൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കണം, പൈസ ചിലവില്ലാത്ത കൈത്തീറ്റകൾ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു പെല്ലറ്റിൻ്റെ ഒരു ഗോഡൗൺ, അവിടെ ഒരു പ്രത്യേക തരം തീറ്റ ഉണ്ട്, ഒരു മിക്സ്, ഒരു 4-5 കൂട്ടം മിക്സ് ചെയ്തിട്ടുള്ളൊരു തീറ്റ. അതിൻ്റെ സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഒരു ചാക്ക് മേടിച്ചിട്ടുണ്ട്. 850 രൂപയാണ് 40 കിലോൻ്റെ ഒരു ചാക്കിന്. 850 രൂപയാണ് വില വരുന്നത്. അതിൽ ഒരു 3-4 ഐറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി അടുത്തുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അത് നമ്മളൊരു ചാക്ക് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. ചന്തയിൽ ഈ സൈഡിലൊക്കെ നിറച്ച് കന്നായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു, കുറേയൊക്കെ വിറ്റുപോയി. പെരുമ്പിലാവ് ചന്തത്തെ ചെല്ലുന്ന വഴിയിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ടോപ്പിലേക്ക് കയറി പോകുന്ന സ്ഥലത്തുള്ളൊരു വ്യൂ ആണ്. ഓങ്കോളിൻ്റെ കളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി മോശമായ കളകളാണ് ഓങ്കോളിൻ്റെ. പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുള്ള മിനിങ്ങി നിൽക്കണ ഓങ്കോളിൻ്റെ കളകളൊക്കെ വരും. ഇതെവിടെ ഉണ്ട് പോത്തുകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. 65 രൂപയാണ് രണ്ടാമത്തിനും കൂടി പറഞ്ഞത്. ഇതെവിടെ കുറച്ചൊരു വലിയ വലിയ ഫ്രെയിമുകളൊക്കെ. ഇത് അറ്റത്തേക്കുന്ന കുട്ടിയുണ്ടായി, നല്ല ജാഫ്രബാദി ക്രോസ്, നല്ലൊരു കുട്ടി. വെയിലൊക്കെ കൊള്ളാണ്ട് ഫാമിലൊക്കെ നിർത്തിയതാണെന്ന് തോന്നുന്നു. കാരണം നല്ല ടോപ്പ് കുട്ടി. 2 കുട്ടികളൊന്ന് ജാഫ്രബാദിൽ വന്നിട്ടുണ്ടായിട്ടാ. ഈ കുട്ടിയും നല്ലൊരു കുട്ടിയാണ്. ജാഫ്രബാദി ക്രോസ് നല്ല രീതിക്ക് വലുതാവും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ ഒരു ജാഫ്രബാദി കുട്ടിയാണ്. അതിനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതേവിടെ നല്ലൊരു വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള വലിയൊരു പോത്ത്, നല്ലൊരു പോത്ത് കുട്ടിയാണത്. ഇതേ ഭാഗത്തൊക്കെ കുറച്ച് നാടന്മാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നാടന്മാരുന്ന് ഇതേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ജാഫ്രബാദിൻ്റെ കുട്ടി. ഇത് നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ക്രോസ് തന്നെയാണ്, പക്ഷേ അത് നല്ലൊരു കുട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 42 രൂപയാണുള്ള വില പറഞ്ഞത്. പക്ഷേ അതൊരു എൻ്റെ കണക്കുകൂടി വെച്ചിട്ടാണെങ്കിൽ ഒരു 32-31 ആ റേഞ്ചിലൊക്കെ പോരാൻ വഴിയുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള കുട്ടിയാണ്. ആളുടെ നമ്പർ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്ത് ഇതുപോലത്തെ കുട്ടികൾ ആളുടെ കയ്യിൽ ഇനി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിലെ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി മേടിക്കാവുന്നതാണ്. നല്ല അടിപൊളി കുട്ടി, പോത്തുകുട്ടി. നമ്മുടെ കയ്യിലിപ്പോൾ ഓൾറെഡി ഒരു പോത്തും എരുമയും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിനെ മേടിച്ചാണ്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ഉള്ള, അത് ജാഫ്രബാദി മീനിലൊരു ക്രോസ് ആവുന്നുണ്ട്. കാരണം കൊമ്പൊക്കെ ആടുന്നൊക്കെ ഉണ്ട്. ഇതേ ഭാഗത്ത് പൈക്കിൾ, ഇതൊക്കെ വണ്ടിക്കാളകളാണ് കേട്ടോ. കട്ടിങ്ങിനൊക്കെ പോണ കാളകൾ, പശുക്കളൊക്കെ ഉണ്ട്. മൂരിക്കുട്ടികൾ. ഇവിടെ വലിയ വലിയ കാളകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കട്ടിങ്ങിന് പോണതാണ്, ഇറച്ചിക്ക് പോണത്. അതൊന്നും വളർത്താനൊന്നും ആരും അങ്ങനെ കൊണ്ടുപോകണം കണ്ടിട്ടില്ല. ഉടച്ച കാളകളായിരിക്കും വണ്ടിക്കാളകൾ. ഇതൊക്കെ കട്ടിങ്ങിന് കടകളിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോണതാണ്. കാറ്ററിങ്ങിൻ്റെ വർക്കിനൊക്കെ പോണ ടൈപ്പ് കാളകളൊക്കെയാണ്. ഇതൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ട്. നല്ലൊരു പാറ്റേണിൽ കളറൊക്കെ ആയിട്ട് അടുപ്പിച്ച് നിർത്തിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. വലിയ കളറാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. 1 ലക്ഷം രൂപ മേലേക്ക് വിലകൾ പറയാനാണ് ഈ കളകൾക്കൊക്കെ മെയിൻ വില. അവിടെ കുറച്ച് ഹള്ളിക്കാരൻ്റെ വണ്ടിക്കാളകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊരു ജോഡിയാണെന്നുകൊണ്ട് രണ്ടാമത്തെ സെപ്പറേറ്റ് മാറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വലിയൊരു കൂറ്റൻ പോത്താണ്, ഉടച്ചിട്ടുള്ള പോത്താണ്. ഇത് കച്ചവടമായിട്ട് മാറ്റി കെട്ടിക്കുന്നതാണ് കേട്ടോ. വില കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, അതിൻ്റെ ആളെയും കണ്ടില്ല. മാറ്റി കെട്ടിയാണ്. വലിയൊരു പോത്താണ്. ഫ്രെയിം നല്ല രീതിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും നല്ല രീതിക്ക് മീറ്റ് കയറുന്നൊരു വലിയൊരു പോത്ത്. പ്രായമുണ്ട്. ഇതേവിടെ ഒരു ജോഡി കാളകളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അത് കച്ചവടമായിട്ടാണോ എന്നറിയില്ല. നേരത്തെ നമ്മൾ കണ്ട പോത്ത് 2 ഇതെന്താ കേട്ടോ, മറ്റേ വണ്ടിക്കാള. ആ സെക്ഷനൊക്കെ വണ്ടിക്കാളകളുടെ. ഇനി ഹള്ളിക്കറിൻ്റെ
ഹല്ലിക്കറാണ് മെയിനായിട്ടുള്ള വണ്ടിക്ക് ആളുകൾ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള കാളകളൊക്കെ ഉപയോഗിക്കും. ഈ ഭാഗത്തൊക്കെ എരുമകളാണ് ഇറച്ചിക്ക് പോണ. വളർത്താൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുന്നൊന്നുമില്ല, നല്ലതൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇതൊക്കെ ഇപ്പം നിൽക്കുന്നതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോണ ഒരു അത്യാവശ്യം നല്ല പ്രായമായ ഒരു 8 വയസ്സൊക്കെ മേലേക്കുള്ള എരുമകളൊക്കെയാണ്. പിന്നെ എരുമക്കുട്ടികളും ഉണ്ടായാലും 1-2 അതൊക്കെ ചെന പിടിക്കാണ്ടൊക്കെ ഒഴിവാക്കുന്നത് കേട്ടോ. കൊണ്ടുപോയി നന്നാക്കി എടുക്കാൻ പറ്റി ചെന പിടിപ്പിച്ച് കിട്ടുകയാണെങ്കിൽ നല്ല വിലക്കൊക്കെ പോവും. നല്ല കുട്ടികളൊക്കെയാണ്, പക്ഷെ അത് ചെന പിടിച്ച് കിട്ടണം. അതുപോലെ തന്നെ നല്ലൊരു വളർത്താൻ പറ്റിയൊരു എരുമക്കുട്ടി ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി വയ്ക്കാനും പ്രായമായ ഒരു 2-2.5-3 വയസ്സിൻ്റെ അടുത്തുള്ള വലിയൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പക്ഷെ അത് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല, അതുകൊണ്ട് വിട്ട് കളഞ്ഞു. നല്ലൊരു കുട്ടിയാണ്. ഈ ഭാഗത്തൊക്കെ കന്നുകളൊക്കെ ഒരു വിധം കഴിഞ്ഞു. ഇത് നല്ലൊരു മുറ പോത്ത് കാണുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റിയുള്ള മുറ ഒരു പോത്ത്, വലിയൊരു പോത്താണ്. 1.10 വില പറയണേ. 1.10 മാക്സിമം ഒരു 80-85 ആ റേഞ്ചിനൊക്കെ എടുക്കാൻ പറ്റിയ പോത്തുകൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എത്ര കിലോ ഇറച്ചിയൊക്കെ കിട്ടുന്നു, വിലയും എത്രയൊക്കെ ഉള്ളതെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ചുകൂടി വലിയ പോത്താണ് കേട്ടോ. 1.40 ഒക്കെ വില പറയണ ഹരിയാന കന്നോളം തന്നെയാണ്. അതിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് 2.80, 2.20 വരെ ചോദിച്ചിട്ടുണ്ട്, അവർ കൊടുത്തിട്ടില്ല. ഈ ഭാഗത്തൊക്കെ നാടൻ പോത്തുകൾ, ഉടച്ച പോത്തുകളൊക്കെ ചന്തയിലുണ്ടായിരുന്നു ഇഷ്ടംമാതിരി. ഈ ഭാഗത്തൊക്കെ കുറച്ച് നാടൻ പോത്തുകളൊക്കെ ഉണ്ട്. അതിൽ ഉടച്ചതും ഉണ്ട് കേട്ടോ. ഉടച്ച പോത്ത് നിൽക്കുന്നുണ്ട്. ആ സെൻറ്ററിലത്തെ പോത്തൊക്കെ ഉടച്ച പോത്താ. ഉടച്ച പോത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പോത്തുകളെക്കാളും നന്നായിട്ട് പെട്ടെന്ന് വലുതാവും. കൈത്തീറ്റയൊക്കെ കൊടുക്കുന്നത് പച്ചപ്പുല്ലായാലും എന്ത് കയറിയാലും ഒക്കെ ശരീരത്തിൽ പെട്ടെന്ന് പിടിച്ച് പെട്ടെന്ന് വലുതാവും. ഇതേ ഭാഗത്തൊക്കെ ക്രോസ് കുട്ടികൾ, പോത്ത് കുട്ടികൾ തന്നെയാണ്. ഫ്രെയിമാണ് അത്യാവശ്യം ഒരു 40 രൂപയ്ക്ക് മേലേക്കുള്ള ഫ്രെയിമുകളാണ് ഇതൊക്കെ. 40 രൂപയ്ക്ക് വില പറയേണ്ട ഒരു മേലേക്ക്. നല്ല ചെയ്പ്പോളം വലിപ്പൊക്കെ ഉണ്ടാകും. മൂക്ക് പൊട്ടിയിട്ടുള്ളൊരു പോത്തുംകുട്ടി. ആ മൂക്ക് ഇത്തിരി ഡേഞ്ചറാണ് പൊട്ടൽ. ഉള്ളിലേക്ക് ഇത്തിരി പഴുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തേനൊക്കെ മേടിക്കുമ്പോൾ നോക്കണം. ഫുള്ള് അടിമുടി നോക്കാന്ന് പറയില്ല, അങ്ങനെയാണ് നോക്കി മേടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെട്ട് പോകും. കാരണം കച്ചവടം കഴിഞ്ഞ് കയറുങ്ങ് വന്ന് കാശും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടൊരു ബന്ധമില്ല. ചന്തയിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കയറ് മേടിച്ച് കച്ചവടം ഉറപ്പിക്കുന്നതിന് മുന്നേ നല്ല രീതിക്ക് നോക്കുക. നിങ്ങളെ ഫുള്ള് നോക്കി ഒരു കുറവോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വില പറഞ്ഞ് കയറ് മേടിക്കുക. ഇതേ ഭാഗത്തൊക്കെ നാടൻ പോത്തുകൾ. നാടൻ പോത്ത് എന്ന് പറഞ്ഞാൽ ചന്തപ്പോത്തുകൾ, ആന്ധ്രാപ്പോത്തുകൾ എന്നൊക്കെ പറയുന്നേ. നമ്മളവിടെ നാടൻ പോത്ത് എന്നാണ് പറയാൻ. ഈ ടോപ്പിലൊരു ഇതൊക്കെ കന്നുകൾ കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. ഇതൊക്കെ ഒരു 10-11 മണി ആയിട്ടുണ്ട് ഈ സമയം. ഇതൊക്കെ ടോപ്പിലെ കന്നുകളൊക്കെ ഒരു ഒതുങ്ങി വന്ന് വേഗം ചന്ത കാലി കഴിഞ്ഞിട്ട് ഒരു ഇതൊക്കെ കച്ചവടമായി പോയിട്ടുണ്ട്. പോത്തുകുട്ടികളായാലും വലിയ ഇറച്ചി പോത്തുകളായാലും ഒക്കെ ഒരു വിധം കച്ചവടമായി പോകുന്നുണ്ട് വേഗം വേഗം. ഇത് വലിയൊരു ആന്ധ്രാക്കന്ന് 2. അപ്പോൾ ഇങ്ങനത്തെ ഇറച്ചി പോത്തുകളും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഇറച്ചി വെട്ടുകാരൊക്കെ ഒരു ഇതൊക്കെ വരുമ്പോൾ അവർ ചന്തയിൽ ഒന്ന് മേടിക്കണേ. അപ്പോൾ ഇവിടെ വില കുറവില്ലാണ്ടവരൊക്കെ ഒന്ന് വില പേശി മേടിക്കൊന്നുമില്ലല്ലോ. നല്ല നല്ല പോത്തുകളൊക്കെ ഉണ്ട് ചന്തയിൽ. കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പോത്തിനെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഒക്കെ അധികമായി കണ്ട് വരുന്നതായിരിക്കും. അത് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ്. അവരൊക്കെ വലുതായിട്ടുണ്ട്, നല്ല രീതിക്ക് മീറ്റൊക്കെ കയറി വരുന്നുണ്ട്. എരുമയായാലും പോത്തായാലും അവരുടെ വീഡിയോ അധികമായി കണ്ട് തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അല്ലാതെ ഒരു 40 രൂപ ഒക്കെ കൊടുത്ത് ഒരു പോത്തുംകുട്ടീനെ എടുത്തിട്ട് അത് നല്ല രീതിക്ക് ഹൈറ്റും നീളമൊന്നും വെക്കാണ്ട് നിന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉരുണ്ട് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50 രൂപ കൊടുത്തിട്ടൊന്നും നമുക്കൊരു 50, 55, 60 രൂപ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നല്ല ഹൈറ്റ് മോഡൽ നീളമൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ നോക്കി വളരുന്ന ഉറപ്പുള്ള കുട്ടികളെ നോക്കി മേടിക്കുക. ഇതൊന്നും അധികം ഹൈറ്റൊന്നും വെക്കില്ല, കാരണം ഇത്
ഒരു വളർച്ച ഒരു ഇതായിട്ടുണ്ട് കുറ്റികളിലൊക്കെ. ഇനി ഇറച്ചിയൊക്കെ മാക്സിമം ആയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട്. പെരുമ്പിലാവ് ചന്ത ഒരു ഇതൊക്കെ കാലിയായി തുടങ്ങി. എരുമകളുടെ സെക്ഷനും വണ്ടിക്കാളകളുടെ സെക്ഷനൊക്കെ കാലിയായിട്ടുണ്ട്. ഇനി കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കണുള്ളൂ. ചെറിയൊരു പോത്തുംകുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടി. അതൊക്കെ കച്ചവടമായി മാറ്റിയിട്ടുണ്ട്. ഈ സെക്ഷനിലൊക്കെ കച്ചവടമായിട്ട് മാറ്റി കെട്ടിക്കുന്ന ഒരു കോർണറേക്ക് ഇതൊക്കെ ഇനി വണ്ടി കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുപോകും. ചന്തയൊക്കെ ഒന്ന് തീങ്ങി കഴിയുമ്പോൾ. ഇതേവിടെ ഒരു ചെമ്പൻ പോത്ത്. ഭാഗത്തൊക്കെ പോത്തുകുട്ടികൾ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ജാഫ്രബാദി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള നാടന്മാർ നിൽക്കുന്നുണ്ട്. കുറേ നല്ല നല്ല പോത്തുകളുണ്ട് ചന്തയിൽ. കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ട്. ഇതൊരു വലിയ പോത്താണ് കേട്ടോ. ഇത് കച്ചവടമായിട്ട് മാറ്റി കെട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയ വലിയ പോത്തുകളൊക്കെ ആ കുട്ടി പോത്തുകളുടെ ഇടയ്ക്കൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ട്. കച്ചവടമായതാണ്. ഇതൊക്കെ അത്യാവശ്യം കുറച്ചുകൂടി വലിയ ഫ്രെയിമുകളാണ്. നല്ല പോത്തുകുട്ടികളുണ്ട് അതിൽ. ക്രോസും ഒക്കെ ഉണ്ട്. മുറ ക്രോസും എല്ലാ ക്രോസുകളും ഉണ്ട്. ജാഫ്രബാദി ഒക്കെ മിക്സഡ് കുട്ടികളൊക്കെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ്. അതായത് ഈ കുട്ടിയൊക്കെ ഉണ്ട്. അതൊരു ജാഫ്രബാദിയൊക്കെ മിക്സ് ആയിട്ട് അല്ലെങ്കിൽ ആന്ധ്ര ഒക്കെ ക്രോസാണ് വരുന്നത്. ഇതൊക്കെ ചെമ്പൻ പോത്തുകളാണ് കേട്ടോ. നാടന്മാർ തന്നെ, പക്ഷേ ചെമ്പൻ കളറ് നല്ല അത്യാവശ്യം വളർച്ചെത്തണ വലിയ പോത്തുകൾ തന്നെയാണ് നാടന്മാർ. ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടി കൈത്തീറ്റ നമ്മുടെ കയ്യിൽ ചിലവാകും. നല്ലൊരു ബ്രീഡ് പോത്തുകുട്ടികളൊക്കെ ആണെങ്കിൽ കൈത്തീറ്റ ചിലവാകും. പക്ഷെ എന്നാലും ഇത്രയൊന്നും ചിലവാക്കേണ്ടി വരില്ല. ഇങ്ങനത്തെ പോത്തുകൾക്ക് കുറച്ചുകൂടി അധികം നമ്മൾ കൈത്തീറ്റ കൊടുക്കണം. എന്നാലേ നമുക്ക് വിചാരിച്ചൊരു വില കിട്ടുള്ളൂ. ഈ കുട്ടിയൊക്കെ ഒന്ന് നല്ല കുട്ടിയാണ്. നല്ല ഹെഡും നല്ല ചെവിപ്പ് വളരെ വലുപ്പം നല്ലൊരു ക്വാളിറ്റി കുട്ടിയാണത്. ആ കൂട്ടത്തിൽ നിൽക്കണതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ്. അതൊക്കെ അവർ ഇടകലർത്തിയൊക്കെ കെട്ടുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ സൈഡിലൊക്കെ കിട്ടുകയാണെങ്കിൽ വേഗം അത് കച്ചവടമായി പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ അതിനിടയിൽ കെട്ടുമ്പോൾ ആ കൂട്ടത്തിലുള്ള എല്ലാ പോത്തുകൾക്കൊരു നോട്ടം കിട്ടും. അതിന് വേണ്ടിയിട്ട് കെട്ടുന്നതാണ്. ഇതേവിടെ ഒരു 6 കുട്ടി കച്ചവടമായി പോകുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ 14.5 14.5 ഉണ്ട്, 15 ഉണ്ട്. മേനിക്കാണ് കച്ചവടമായി പോയത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട്. ഫാമിൽ വരുന്ന അതേ കുട്ടികൾ. അപ്പോൾ നോക്കിയെടുക്കുക. നമുക്ക് നല്ലൊരു ലാഭം കിട്ടണം. ഇത് ഒരു എന്നിട്ട് പറയുക കാരുണ്യ പ്രവൃത്തിയായിട്ട് മാത്രമല്ല നമ്മൾ വളർത്തണത്. ഇതുകൊണ്ട് സ്നേഹമുണ്ട്. പക്ഷേ ഇത് നല്ല രീതിക്ക് വളർന്ന് 10 രൂപ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ എവിടെ നിന്നായാലും ഫാമിൽ നിന്നായാലും ചന്തയിൽ നിന്നായാലും ലാഭത്തിൽ നല്ല ക്വാളിറ്റി കുട്ടീനെ കിട്ടുകയാണെങ്കിൽ മേടിക്കുക. അല്ലെങ്കിൽ മേടിക്കരുത്. അല്ലാണ്ട് നമ്മൾ ഒരു 40-50 രൂപ എടുത്തൊരു കുട്ടീനെ മേടിച്ചിട്ട് 5,000-10,000 രൂപയുടെ തീറ്റയും കൊടുത്തിട്ട് 60,000 അല്ലെങ്കിൽ നഷ്ടത്തിനൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നും കിട്ടാനില്ല നമുക്ക്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ നോക്കി മേടിക്കുക. നമ്മുടെ വീഡിയോയിൽ വരുന്ന കമൻറ്റാണ് നിങ്ങൾ ചന്ദന മാത്രം പ്രൊമോട്ട് ചെയ്ത് പറയണം, ഫാമിനെ താഴ്ത്തി കാണിക്കുക. ഫാമിനെ താഴ്ത്തി കാണിക്കലൊന്നുമില്ല. നല്ല കുട്ടികളെ എവിടെ കിട്ടണു, വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള കുട്ടികൾ കിട്ടണു, അത് മേടിക്കുക. അത് നമ്മൾ ചന്തയെന്നാണെങ്കിൽ ചന്തയെന്ന് പറയും, ഫാമിൽ നിന്നാണെങ്കിൽ ഫാമിൽ നിന്ന് പറയും. കാരണം ഞാൻ മേടിച്ചത് ഫാമിൽ നിന്നാണ്. 2 വട്ടം മേടിച്ചത് ഫാമിൽ നിന്നാണ്. മുന്നേ മേടിച്ചത് 135 ആയിരുന്നപ്പോഴാണ് മേടിച്ചത്. അതും നമുക്ക് നഷ്ടം ഉണ്ടായില്ല. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ 160 പക്ഷേ ലാസ്റ്റ് 155 അവർ തന്നു. അതും വലിയ നഷ്ടമില്ല. പക്ഷേ ഇപ്പം 190-200 പറയണേ. അതിന് മേടിച്ചിട്ട് എങ്ങനെ ലാഭം വരും എന്ന് കണ്ടന്നെ അറിയണം. കാരണം ഒരു 200 കിലോൻ്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞ വിലയായി. ആ കാശുണ്ടെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട്. വലിയ ടോപ്പ് ക്വാളിറ്റി അല്ല, പക്ഷേ വളരണ നല്ല രീതിക്ക് നല്ല ക്രോസ് കുട്ടികൾ. ഇപ്പോൾ ജാഫർബാദിൻ്റെ കുട്ടിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ, അതുപോലത്തെ കുട്ടികൾ ചന്തയിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ഒന്ന് നോക്കി മേടിക്കുക. അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ചന്തയുടെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ലാലൂർ ചന്തയുടെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. ഞാൻ പറയണേലും ചെറിയ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്നാലേ നമുക്കത് തിരുത്തി അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.